بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടത്തോട് വഞ്ചന കാണിച്ചിരുന്ന മുനാഫിഖീങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാറ് ലംഘിച്ചിരുന്ന നിഷേധികളും യഹൂദികളും ഒക്കെ ഏതുപോലെ എന്ന് പറയാൻ ഖുർആൻ ഉദാഹരണം നിരവധി പറഞ്ഞു പോകുന്ന ചില ആയത്തുകൾ ശ്രദ്ധേയമാണ്. അതിൽപ്പെട്ട ഒരായത്താണ് സൂറത്തുൽ ഹഷറിന്റെ 17-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ പിശാചിനോട് ഉപമിച്ചുകൊണ്ട് പിശാചിന്റെ ചതിവലയങ്ങളെ കെണിവലയങ്ങളെ പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് വഞ്ചകരായ സമൂഹത്തെ അള്ളാഹു ഉദാഹരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആയത്ത് ഞാൻ ആദ്യം ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കമസലി ശൈത്വാൻ إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين. മഹാനായ ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്തിന്റെ വിശാലമായ വ്യാഖ്യാനം കുറിക്കുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കേണ്ട ഘട്ടത്തിൽ വളരെ സമർത്ഥമായി ഒഴിഞ്ഞുമാറിയ വഞ്ചകരായ കപടവിശ്വാസികളെയും നേരത്തെ ചെയ്ത വ്യവസ്ഥാപിതമായ കരാറുകളെ ലംഘിച്ച ജൂതന്മാരെയും ഉപമിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത്, അല്ലെങ്കിൽ ഈ ആയത്ത് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ധാരാളം വ്യാഖ്യാനങ്ങൾ ഈ ആയത്തിന്റെ ചുവടെ കൊടുക്കുന്നുണ്ട് ദീർഘമായ രീതിയിൽ. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? പിശാചിനെ പോലെയാണ് ആ ആളുകൾ. പിശാച് എന്താ ചെയ്തത്? മഹാനായ ഈസ നബിയുടെ വരവിന്റെ ശേഷവും മുത്തുനബിയുടെ വരവിന്റെ മുമ്പുമായിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയോട് അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പിശാച് നിർബന്ധിച്ചു. അതിനുള്ള വഴികൾ ഉണ്ടാക്കി. അയാള് അബദ്ധത്തിൽ അതിൽ പെടുകയും അയാൾ പെട്ടുപോയി എന്നറിഞ്ഞ സന്ദർഭത്തിൽ അയാളെ ആത്മീയമായി പല നിലക്ക് ചൂഷണം ചെയ്ത് അവസാനം പിശാച് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്നും ഒഴിവാണ്, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്. അങ്ങനെ പിശാച് ഒഴിവായി. ഇങ്ങനെ പിശാച് വഞ്ചന കാണിച്ച പോലെയാണ് മദീനയിലുണ്ടായിരുന്ന ആ മുനാഫിഖീങ്ങൾ ഹബീബിനോട് വഞ്ചന കാണിച്ചത്. കരാറ് പൂർത്തീകരിക്കാത്ത യഹൂദികൾ വഞ്ചന കാണിച്ചത്. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. സാന്ദർഭികമായി പറയട്ടെ, പിശാച് വഞ്ചിച്ച ആളെ ഉദാഹരണം പറയാൻ ഖുർആൻ ഈ ആയത്ത് സൂചിപ്പിക്കുന്നുവെങ്കിൽ പിശാച് വഞ്ചിച്ച ആ ആളെ കുറിച്ചുള്ള വിശാലമായ ചരിത്രം പരിശുദ്ധ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം ഖുർത്തുബി അവിടുത്തെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. നല്ല നീളമുള്ള വലിയൊരു കഥയാണ്. നന്നായിട്ടിരുന്ന് കേട്ടാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രസം ഉണ്ടാവും ആ കഥ കേൾക്കാൻ. ഇൻഷാ അല്ലാഹ് പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു,
മഹാനായ ഈസ നബിയുടെ കാലഘട്ടത്തിന്റെ ശേഷവും, അതായത് ഈസ നബിയുടെ ആകാശ ആരോഹണത്തിന്റെ ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ ഉള്ളിലുമായിട്ടുള്ള ആ 600 കൊല്ലം, ആ കാലഘട്ടത്തിന് പറയപ്പെടുന്നത് ഫിത്രത്തിന്റെ കാലം എന്നാ പറയാം. ആ കാലഘട്ടത്തിൽ ഒരു നബിയും വന്നിട്ടില്ല. ധാരാളം ഔലിയാക്കന്മാർ ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലാണ്. ആ സുഹൈബുൽ കഹ്ഫ് ജീവിച്ചത് ആ കാലഘട്ടത്തിലാണ്. ഏത് കാലഘട്ടം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പും ഈസ നബി ആകാശാരോഹണം നടത്തിയ ശേഷവും. ആ കാലഘട്ടത്തിൽ ഒരു മഹാപണ്ഡിതൻ, ഒരു വലിയ സൂഫി ജീവിച്ചിരുന്നു. അയാളുടെ പേരാണ് ബർസീസ. അയാളുടെ പേര് ബർസീസ. വലിയ വിശാലമായ ചരിത്രം, പലരും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. ബർസീസ അയാളുടെ പ്രത്യേകത, ഒരു ടെന്റ്, ഒരു ചെറിയ ഹൈമ ഉണ്ടാക്കി, ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് വെച്ച് കെട്ടിയ ഒരു ചെറിയ വെച്ച് കെട്ടിപ്പര, അങ്ങനെയാണല്ലോ പറയാം, അങ്ങനത്തെ ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നിരന്തരം അയാളെ ഇബാദത്ത 70 കൊല്ലം തുടർച്ചയായി അദ്ദേഹം അതിൻ്റെ അകത്തെ ഇബാദത്തുമായി കഴിഞ്ഞു. പേര് ബർസീസ. ബർസീസ എന്ന ഒരു സൂഫി, വലിയ പണ്ഡിതൻ. ആ 70 കൊല്ലം ഒരു കണ്ണ് ചിമ്മുന്ന സമയം പോലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും അയാൾ ചെയ്തിട്ടില്ല. അങ്ങനെ 70 കൊല്ലം നിരന്തരമായി ബർസീസ ആ കൂടാരത്തിലെ ഇബാദത്തുമായി കഴിഞ്ഞു. ഹത്താ അഴിയ ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ് ഈ വ്യക്തിത്വത്തെ വഴിപിഴപ്പിക്കാനും ഇബാദത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചിട്ട് ഇബ്ലീസ് ക്ഷീണിതനായി. ഇബ്ലീസിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ഇബ്ലീസു മറദത്ത ശയാത്തീൻ, ഇബ്ലീസിന്റെ പട്ടാളക്കാര്, അതിൽ ഏറ്റവും കുസൃതിയും ഏറ്റവും കൗശലക്കാരും തന്ത്രശാലികളുമായ ജിന്നുകളെ ഒക്കെ വിളിച്ചുകൂട്ടി ഇബ്ലീസ്. എന്നിട്ട് അവരുടെ യോഗത്തിൽ ഇബ്ലീസ് പറഞ്ഞു, അല്ലാ അജിദു മിൻകും മൻ യക്ഫീനി അംറ ബർസീസ. ഈ ബർസീസ എന്ന ആബിദായ 70 കൊല്ലം നിരന്തരം ഒരു കണ്ണ് ചിമ്മുന്ന നേരം പോലും അള്ളാനെ ഓർക്കാത്ത സമയമില്ല, അത്രയും ഇബാദത്ത് ചെയ്ത ഈ ബർസീസ എന്ന ആബിദായ മനുഷ്യനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ഞാൻ വലിയ അംഗീകാരം തരാമെന്ന് ഇബ്ലീസ് അവന്റെ അനുയായികളിലെ ഏറ്റവും കൗശലക്കാരായ പ്രഗത്ഭരായ ജിന്നുകളെ വിളിച്ച് വഴിപിഴപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും പ്രഗത്ഭരെ വിളിച്ചുകൊണ്ട് ആലോചിച്ചപ്പോ ആ കൂട്ടത്തിൽ നിന്ന് ഒരു ജിന്ന്, ഒരു ശൈത്വാൻ എഴുന്നേറ്റു. ആ എഴുന്നേറ്റ ശൈത്വാന്റെ പേര് അബിയല് എന്നാണ്. ചെറിയ ആളൊന്നുമില്ല. മഹാനായ ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, വഹുവ സാഹിബുൽ അംബിയാ, അംബിയാക്കളെ കൈകാര്യം ചെയ്യാൻ ഇയാൾ ഏറ്റെടുത്തിട്ടുള്ള ആളാ. ചെറിയ ആളൊന്നുമില്ല. അയാളാണ് ഇപ്പൊ ബർസീസയെ കൈകാര്യം ചെയ്യാൻ ഏറ്റെടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അംബിയാക്കളെ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭനായ അബിയൽ പറഞ്ഞു, അബിയൽ എന്ന ശൈത്താൻ പറഞ്ഞു, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇയാള് ഇടയ്ക്കൊന്ന് പറയാം, അംബിയാക്കളെ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ ഈ അബിയൽ എന്ന ശൈത്താൻ. അയാൾ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. എന്തിനാണെന്നറിയോ? വഹയിന്റെ കാര്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വസ്വാസാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നത്. ജിബ്രീലിന്റെ വേഷത്തിൽ റസൂലുള്ളാഹിനെ കൈകാര്യം ചെയ്യാമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയ്യ് കൊണ്ടുവരുന്ന പോലെ അതേപോലെ തന്നെ വസ്വാസാക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് ജിബ്രീലായിട്ട് ഇവൻ ഒരിക്കൽ മുത്തുനബിയുടെ അടുക്കൽ വന്നു. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്താണ്. അങ്ങനെ ഫജാഅ ജിബ്രീൽ ഫദഖല ബൈനഹുമാ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവൻ ഹബീബിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പേ ജിബ്രീൽ അലൈഹിസ്സലാം, ഒറിജിനൽ ജിബ്രീൽ മുത്തുനബിയുടെ മുന്നിൽ അങ്ങ് വന്നു. അപ്പൊ രണ്ടാളും ഒരുപോലെ ഇരിക്കുന്നു എന്ന് മാത്രല്ല, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിന്റെ കൈ വെച്ചിട്ടൊരൊറ്റ അടി ജിബ്രീലിന്റെ കോലം കെട്ടി വന്ന ഈ അബിയലിനെ കെട്ട് അന്ന് കൊടുത്തു. അയാൾ തെറിച്ചുപോയി. ആ ശൈത്താൻ തെറിച്ചുപോയി. എവിടെയാ വന്ന് ചാടിയെന്നറിയോ? ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, ബി അഖ്സൽ ഹിന്ദി, സൗദിയിലാണല്ലോ മദീനയും മക്കയൊക്കെ ഉള്ളത്. ഈ സംഭവം നടക്കുന്നതും സൗദിയിലായിരിക്കുമല്ലോ. അന്ന് തല്ലുകൊണ്ട് തെറിച്ചു വീണ ആ പിശാച് വന്ന് വീണത് ബി അഖ്സൽ ഹിന്ദി,
ഇന്ത്യയിലെ ഏതോ ഒരു മലഞ്ചെരുവിലോ കൊക്കയിലോ ഗുഹയിലോ എവിടെയോ വന്ന് ചാടി. ചെറിയ ആളൊന്നുമല്ല ജിബ്രീൽ അലൈഹിസ്സലാം, നല്ല കരുത്തുള്ള മലക്കാണ്. ഖുർആൻ അത് സംബന്ധമായിട്ട് പറഞ്ഞല്ലോ. ഈ വഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹബീബായ നബി തങ്ങൾ സംസാരിക്കുന്ന വഹി ഒരിക്കലും സ്വന്തം ദേഹ ഇച്ഛയുടെ താല്പര്യത്തിന്റെ വാക്കുകളെല്ലാം വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ഷദീദുൽ ഖുവയാണ് ഇത് പഠിപ്പിക്കുന്നത്, ശക്തൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ. സൂറത്തുൽ തക്വീർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കരുത്തുള്ള അധ്യാപകൻ പഠിപ്പിച്ചതും ചൊല്ലിക്കൊടുത്തതും വഹിയായി അറിയിച്ചതുമാണ് ഈ ഖുർആൻ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത്രയും ശക്തനായ മലക്ക് അബിയൽ എന്ന് പറയുന്ന പിശാചിനെ അടിച്ചു തെറിപ്പിച്ചിട്ടുണ്ട്. അബിയൽ എന്തിനു വന്നതായിരുന്നു? മുത്തുനബിയെ വസ്വാസാക്കാൻ. അബിയലിന്റെ ജോലി അമ്പിയാക്കളെ ഇടങ്ങേറാക്കലാണ്, അമ്പിയാക്കളെ കൈകാര്യം ചെയ്യലാണ്. ഒന്നുകൂടി പറയാം, ഇപ്പൊ കുറച്ചൊരു വൈകി വന്നുകൊണ്ട് അവർക്കും കൂടി കേൾക്കാൻ വേണ്ടി ആദ്യം ഒന്നുകൂടി പറയാം. ഈസ നബിയുടെ കാലഘട്ടത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന് മുമ്പായുള്ള 600 കൊല്ലം ഒരു നബിയും വന്നിട്ടില്ല. ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ജീവിച്ച ഒരു കാലമാണത്. അന്ന് സ്വഹാബുൽ കഹ്ഫ് ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാസൂഫിയും പണ്ഡിതനുമാണ് ബർസീസ എന്ന വ്യക്തി. ബർസീസ എന്ന വ്യക്തി 70 വർഷം ഒരു കണ്ണ് ചിമ്മുന്ന സമയം പോലും പാഴാവാതെ ഒരു ടെന്റിന്റെ അകത്തിരുന്ന് നിരന്തരം ഇബാദത്ത് ചെയ്ത ആളാണ്. ആ ബർസീസയെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ് ശ്രമിച്ചിട്ട് ഇബ്ലീസ് തോറ്റുപോയി. അവസാനം ക്ഷീണിതനായ ഇബ്ലീസ് അയാളുടെ പട്ടാളക്കാരെ മുഴുവനും വിളിച്ചിരുത്തി അതിൽ പ്രഗത്ഭരെ അവരോട് ചോദിച്ചു, ബർസീസയുടെ കാര്യം ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? അവന് ഞാൻ വലിയ അംഗീകാരം നൽകാം. അബിയൽ എന്ന് പറയുന്ന പിശാച് പറഞ്ഞു, ഞാൻ നോക്കാം, ഞാൻ ശ്രമിക്കാം. ആരാണ് അബിയൽ? അമ്പിയാക്കളെ കൈകാര്യം ചെയ്യാമെന്ന് ഇബ്ലീസിനോട് നേരത്തെ വാക്ക് പറഞ്ഞ പിശാചാണ്. ഈ അബിയൽ പറഞ്ഞു, ബർസീസനെ ഞാൻ നോക്കിക്കോളാം. ബർസീസ ഇപ്പൊ നിലവിൽ 70 വർഷമായിട്ട് ആ ടെന്റിന്റെ അകത്ത് ഇബാദത്തിലാണ്. ബർസീസയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഈ സംഭവമാണ് നേരത്തെ നമ്മൾ ഓതിയ ഖുർആന്റെ ആയത്ത് സൂചിപ്പിച്ചത്. ഇദ് ഖാല ലിൽ ഇൻസാനി കുഫുർ ഫലമ്മാ കഫർ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഹശറിന്റെ ആയത്താണത്. ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. അബിയൽ എന്ന ശൈത്താൻ പുരോഹിതന്റെ വേഷം ധരിച്ചു. ഏറ്റവും മനോഹരമായ വേഷം, പുരോഹിതന്റെ നല്ല വേഷം ധരിച്ചു. എന്നിട്ടോ ഈ ബർസീസ ഇബാദത്ത് ചെയ്യുന്ന ടെന്റ് ലക്ഷ്യമാക്കി നടന്നു. ടെന്റിൽ ബർസീസ നല്ല ഇബാദത്താണ്. ഫനാദാഹു, ടെന്റിന്റെ പുറത്തു നിന്ന് ഭവ്യതയോടുകൂടെ അബിയൽ എന്ന പിശാച് ബർസീസയെ വിളിച്ചു. ബർസീസ ഫലം യുജിബുഹു, ബർസീസ ഇബാദത്തില. വിളിച്ച ആൾക്ക് ബർസീസ ഉത്തരം ചെയ്തില്ല, മിണ്ടില്ല. വകാന ലാ യൻഫതിലു മിൻ സ്വലാത്തിഹി ഇല്ലാ ഫീ കുല്ലി 10 അയ്യാമിൻ യൗമ. ബർസീസയുടെ നീണ്ട നിസ്കാരം, നമ്മുടെ നിസ്കാരത്തിന്റെ നിയമമല്ല അന്ന് ആ കാലഘട്ടത്തിൽ അവർക്കുള്ളത്, നീണ്ട നിസ്കാരങ്ങൾ. ഈ ബർസീസ 10 ദിവസത്തിൽ ഒരിക്കലാണ് ഒരു നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടു. അത്ര വലിയ നിസ്കാരക്കാരനായിരുന്നു ബർസീസ. അത്രയും നീണ്ടു നിസ്കരിക്കാവുന്ന ഒരു ഓപ്ഷൻ അവരുടെ ഇബാദത്തിൽ അന്നുണ്ടായിരുന്നു. നിയമം പൂർണ്ണമല്ലല്ലോ, പൂർണ്ണമായത് ഇവിടെയല്ലേ, നമ്മുടെ സമുദായത്തിലാണ്. അപ്പോ ബർസീസയുടെ നീണ്ട നിസ്കാരത്തിൽ 10 ദിവസം കൂടുമ്പോഴാണ് അയാൾ സലാം വിട്ട. മറന്നു പോകരുത്, 10 ദിവസത്തിൽ ഒരിക്കലാണ് അയാൾ സലാം വിട്ട. ചിലപ്പോൾ 10 എന്നുള്ളത് 20 ദിവസവും 30 ദിവസവും ഒക്കെ ആവാറുണ്ട് വല്ലപ്പോഴും. എന്നാലും സാധാരണ 10 ദിവസമാണ് സലാം വീട്ടാൻ ഉപയോഗിക്കുക. 10 ദിവസത്തിൽ ഒരിക്കൽ സലാം വിട്ടു. അങ്ങനെ അബിയൽ എന്ന പിശാച് ബർസീസയെ വലിയ ഭവ്യതയോടെ ആദരവോടെ പുറത്തുനിന്ന് വിളിച്ചു. ഉത്തരം കിട്ടിയില്ല എന്ന് കണ്ടപ്പോ അവൻ പതുക്കെ ആ ടെന്റിന്റെ ഭാഗത്തേക്ക് കടന്ന് ഒരു മൂലയിലേക്ക് നീങ്ങി അവിടെ നിന്നുകൊണ്ട് ബർസീസ ഇബാദത്ത് ചെയ്യുന്ന പോലെ അബിയൽ എന്ന പിശാചും നിസ്കാരത്തിന് കയ്യുകെട്ടി. അവനും നിസ്കാരായി.
വല്ലാത്ത നിസ്കാരം. ഫലമ്മൻ ഫതല ബർസീസ മിൻ സ്വലാത്തിഹി. അങ്ങനെ 10 ദിവസം എത്തി സലാം വീട്ടി കഴിഞ്ഞപ്പോ ആ നിസ്കാരത്തിന്റെ ഇടയിൽ ആരോ തന്നെ വിളിച്ചിട്ടുണ്ടാവൂലോ, അത് എന്തായാലും കേട്ടിട്ടുണ്ട്. ബർസീസ സലാം വീട്ടി നോക്കിയപ്പോ ഫലമ്മ റഅൽ അബിയള അന്നഹു ലാ യുജീബുഹു, തന്നെ വിളിച്ച ആളായിരിക്കും ദേ തന്റെ ഈ ടെന്റിന്റെ ആ ഭാഗത്ത് നിന്ന് നിസ്കരിക്കുന്നു. ഇയാള് എന്നെ വിളിച്ചിട്ട് ഞാൻ ഉത്തരം ചെയ്തില്ലല്ലോ, മോശമായി പോയല്ലോ എന്നൊരു തോന്നല് ഇബാദത്തുകാരനായ ബർസീസക്ക് തോന്നി. അപ്പോഴവിടെ ഈ അബിയദ് എന്ന് പറയുന്ന പിശാച് നിസ്കാരം മിന്നിക്കാണ്. ഇവനേക്കാളും വലിയ നിസ്കാരക്കാരനായി അവിടെ തകർത്തുകൊണ്ടിരിക്കുക. നല്ല നിസ്കാരം. ആ നിസ്കാരവും ആ രൂപവും കോലവും ഒക്കെ കണ്ടപ്പോ അഖ്ബല അലൽ ഇബാദത്തി ഫി അസ്ലി സൗമഅതിഹി ഫലമ്മൻ ഫതല ബർസീസ മിൻ സ്വലാത്തിഹി റഅൽ അബിയദ ഫല ഖായിമൻ യുസല്ലി ഫി ഹൈഅത്തിൻ ഹസനത്തിൻ മിൻ ഹൈഅത്തി റുഹ്ബാൻ. നല്ല ലക്ഷണമൊത്ത ഒരു പണ്ഡിത വേഷത്തിൽ നിന്ന് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ കോലവും ആ ഭയഭക്തിയൊക്കെ കണ്ടപ്പോ ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഞാൻ നിസ്കാരത്തിന്റെ ഇടയിൽ ഉത്തരം ചെയ്യാതിരുന്നത് മോശമായല്ലോ. അങ്ങനെ ബർസീസ ദുഃഖിതനായി. ഫനദിമ ഹീന ലം യുജിബുഹു, ദുഃഖിതനായി, അയാൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റില്ലല്ലോ. ഫഖാല ബർസീസ, ബർസീസ കാത്തിരുന്നു. അപ്പോഴേക്കും അബിയൽ എന്ന പിശാച് സലാം വീട്ടി. അബിയൽ എന്ന പിശാച് സലാം വീട്ടി. സലാം വീട്ടി കഴിഞ്ഞപ്പോ ചോദിച്ചു, മാ ഹാജത്തുക, അല്ല സഹോദര എന്തിനാണ് നിങ്ങൾ വന്നത്? അപ്പൊ ഈ അബിയൽ എന്ന പിശാച് പറഞ്ഞു, അന്നകൂന മഅക, വേറൊന്നിനും അല്ല, അങ്ങയുടെ കൂടെ ഒന്ന് കൂടണം. എന്തിനാണെന്നറിയോ? ഫഅതഅദ്ദബു ബിഅദബിക, അങ്ങയുടെ അദബും അങ്ങയുടെ അമലും ഒക്കെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാ. വഅഖ്തബിസു മിൻ ഇൽമിക, അങ്ങ് വലിയ പണ്ഡിതനല്ലേ, വല്ല ഇൽമും കിട്ടാണെങ്കിൽ അതും വാങ്ങാം എന്നോർത്ത് വന്നു കൂടിയതാ. അതുകൊണ്ട് ഞാൻ വേറെ ശല്യത്തിനൊന്നും വന്നതല്ല. എന്നൊരു കാര്യം ചെയ്യാം ബർസീസ എന്നവരെ, നിങ്ങൾ ഈ ഇബാദത്തായിട്ട് ഇതിന്റെ 10-70 കൊല്ലായല്ലോ, ഇനി നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് അങ്ങോട്ട് ഇബാദത്ത് ചെയ്യാം എന്ന് ഈ അബിയദ് എന്ന പിശാച് പറഞ്ഞു. വനജ്തമിഉ അലൽ ഇബാദ, നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് ഇബാദത്ത് ചെയ്യാം. ബർസീസ പറഞ്ഞു, ഇന്നി ഫീ ശുഗ്ലിൻ അൻക സുമ്മ ഖബല ബർസീസ അലാ സ്വലാത്തിഹി. നമുക്ക് രണ്ടാക്കും കൂടി നിസ്കരിക്കാന്ന് നീ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എന്റെ നിസ്കാരമായിട്ടിരുന്നോളാം, നീ വേണിയോടെ നിസ്കരിച്ചു. എന്തായാലും നമുക്ക് ജമാഅത്തായിട്ടൊന്നും നിസ്കരിക്കണ്ട. ഏതായാലും ബർസീസ ഒഴിവായി, അബിയൽ എന്ന പിശാചിൽ നിന്നും ഒഴിവായി. ബർസീസ പഴയതുപോലെ അങ്ങ് നിസ്കരിക്കാൻ തുടങ്ങി. ബർസീസ നിസ്കരിക്കാൻ തുടങ്ങി പഴയതുപോലെ. ഇവന്റെ ആദ്യത്തെ നമ്പർ ഏറ്റില്ല. നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം എന്ന് പറഞ്ഞോടുത്ത് അത് ഏറ്റില്ല. നീ നിന്റെ നിസ്കാരമായിട്ട് കൂടിക്കോ, ഞാൻ എന്റെ നിസ്കാരമായിട്ട് കൂടിക്കോളാം, ഏതായാലും ഒരുമിച്ച് നിസ്കരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബർസീസയുടെ നിസ്കാരം അബിയലിന്റെ നിസ്കാരവുമായിട്ട് അവിടെ കൂടി. അബിയൽ പിശാചാണ്, ബർസീസ മഹാപണ്ഡിതനാണ്, സുഫിയാണ്. ഫലമ്മ ബർസീസ ശിദ്ദത്ത് ജിത്തിഹാദിഹി വഇബാദത്തിഹി ഖാല ലഹു മാ ഹാജതുക. ബർസീസ നോക്കിയപ്പോ ബർസീസയെക്കാളും ഉന്മേഷവും ആവേശവും ഒക്കെ കൂടുതലാണ് ഈ പിശാചായ അബിയലിന്. ബർസീസയെക്കാളും വലിയ സൂറത്തൊക്കെ ഓതുന്നത്. അങ്ങനെ നിസ്കാരത്തിൽ അയാളുടെ ഈ പരിശ്രമം കണ്ടപ്പോ അത്ഭുതപ്പെട്ടു. അടുത്ത വട്ടം സലാം വീട്ടി. എത്ര ദിവസം കൂടുമ്പോ? 10 ദിവസം കൂടുമ്പോഴായി നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ട. അടുത്ത 10 ദിവസം കഴിഞ്ഞപ്പോ സലാം വീട്ടി. അപ്പൊ ബർസീസ ചോദിച്ചു, എന്താ നിന്റെ ആവശ്യം, പറഞ്ഞോളൂ. അപ്പോൾ അബിയൽ എന്ന പിശാച് പറഞ്ഞു, അങ്ങൊന്ന് സഹകരിച്ചാൽ അങ്ങയെപ്പോലെ ഞാനും ഒരു മഹാനാകുമല്ലോ. ബർസീസ പറഞ്ഞു, ഞാൻ സഹകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഞാൻ പറയട്ടെ ബർസീസ എന്നവരെ, മഹാപണ്ഡിതരെ, സൂഫിയെ, ഈ പാവപ്പെട്ട അബിയൽ എന്ന് ഞാൻ പിശാചാന്ന് മനസ്സിലായിട്ടോ, ഞാൻ അങ്ങയുടെ കൂടെ 1 കൊല്ലം താമസിച്ചോട്ടെ. അങ്ങ് സമ്മതിക്കോ ഞാൻ 1 കൊല്ലം ഈ ടെന്റിൽ അങ്ങയുടെ കൂടെ കൂടാൻ? 70 കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത ആളുടെ അടുത്ത 1 വർഷം ഇപ്പൊ കൂട്ടിനാ ടെന്റിൽ ഒരാളും കൂടി വന്നിട്ടുണ്ട്, അബിയദ്. ഞാൻ അങ്ങയുടെ കൂടെ അടുത്ത 1 വർഷം ഇബാദത്ത് ചെയ്യാൻ ഇവിടെ കൂടാൻ ആഗ്രഹിക്കുന്നു. ബർസീസ പറഞ്ഞു, എനിക്ക് സമ്മതമാ, നീ ഇവിടെ ഇബാദത്ത് ചെയ്തോ, എനിക്ക് പ്രശ്നമല്ല. ഇനി കേട്ടോളൂ. ബർസീസയുടെ കൂടെ അബിയൽ എന്ന് പറയുന്ന പിശാച് ഇബാദത്ത് ചെയ്യാൻ കൂടിയപ്പോ ലാ യുഫ്തിറു ഇല്ലാ ഫീ കുല്ലി 40 യൗമൻ വാഹിദാ.
ഈ പിശാചായ അബിയദ് എന്ന വ്യക്തി ബർസീസയുടെ ഇബാദത്തിന്റെ കൂടെ ഇബാദത്ത് ചെയ്യുമ്പോ ബർസീസക്ക് ഇല്ലാത്ത ചില ക്വാളിറ്റികൾ കൂടുതൽ കാണിക്കാൻ തുടങ്ങി. ഇയാള് നോമ്പും കൂടി പിടിച്ചു. ആര്? ഈ പിശാച്. 40 ദിവസം തുടർച്ചയായ നോമ്പ്, 40 ദിവസം പൂർണ്ണമാവുന്ന അന്ന് നോമ്പ് തുറക്കൂ. അങ്ങനത്തെ നോമ്പോടുകൂടെ രാവും പകലും നോമ്പ്. ബർസീസ ചെയ്യുന്ന പോലെ അതിനേക്കാൾ അപ്പുറവും ഇബാദത്ത്. അങ്ങനെ 40 ദിവസത്തിൽ ഒരിക്കൽ നോമ്പ് മുറിക്കുന്നു. ബാക്കി രാവും പകലും നോമ്പായിട്ട് കൂടെ ഇബാദത്ത്. മാത്രവുമല്ല, ബർസീസ 10 ദിവസം കൂടുമ്പോഴാ നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ട അബിയൽ എന്ന പിശാച് ബർസീസയുടെ കൂടെ ഇബാദത്തിലായപ്പോ ഈ ഒരു കൊല്ലം അവൻ സലാം വീട്ടുന്നത് മിൻ സ്വലാത്തിഹി ഇല്ലാ ഫീ കുല്ലി 40 യൗമ. 40 ദിവസം കൂടുമ്പോഴാ സലാം വിട്ട. ആസാൻ എത്ര ദിവസം കൂടുമ്പോഴാ സലാം വിട്ട? 10 ദിവസം. കൂടെ വന്ന പിശാച് 40 ദിവസം കൂടുമ്പോഴാണ് സലാം വിട്ട. ചിലപ്പോഴൊക്കെ ആ 40 ദിവസം എന്നത് 80ന്റെ സലാം വീട്ടാം. ബർസീസ ഇത് കണ്ടപ്പോ മടുത്തുപോയി. ബർസീസ ഇത്രയും വലിയ ഇബാദത്ത് തന്റെ മുന്നിൽ വന്ന് ശിഷ്യനാവാൻ ചോദിച്ചു വന്ന പിശാചാണെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. കൂടെ വന്നുകൂടിയ ഖാദിമിന്റെ പ്രവർത്തനവും ഇബാദത്തും കണ്ടപ്പോ ബർസീസയുടെ മനസ്സ് മടുത്തുപോയി. എന്നെ കൊണ്ട് പറ്റണില്ലല്ലോ, എന്നെ കൊണ്ട് പറ്റണില്ലല്ലോ. തഖാസറത് ഇലൈഹി നഫ്സുഹു. ബർസീസയുടെ ഉന്മേഷം നഷ്ടപ്പെട്ടു. സുമ്മ ഖാല അബിയദ് എന്ന പിശാച് പറഞ്ഞു, എനിക്കിത്രയും ഉന്മേഷമുണ്ടാവാൻ ഒരു രഹസ്യമുണ്ട്. അങ്ങെന്തിനാ നിരാശപ്പെടുന്നത്? എനിക്ക് ചില ദുആകൾ അറിയാം. ആ ദുആകൾ ചൊല്ലിപ്പോന്നു കഴിഞ്ഞാൽ ഉന്മേഷം കൂടും. അങ്ങനെ കുറച്ച് ദുആയും ദിക്റൊക്കെ എനിക്കറിയാം. അത് ചൊല്ലിപ്പോന്നു കഴിഞ്ഞാൽ നല്ല ഉന്മേഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവും. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് രോഗിയെയും മന്ത്രിച്ചാൽ രോഗമേതുമാകട്ടെ ശിഫാഉമാകും. അങ്ങനത്തെ ഒരു അമൂല്യമായ ദിക്റുകളും ദുആകളും എനിക്കറിയാം. ഞാൻ അതൊക്കെ ചൊല്ലുന്ന ആളായതുകൊണ്ടാ എനിക്ക് ആവേശവും ശക്തിയും കൂടുതൽ. അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. അപ്പൊ എന്നെ പോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും രോഗി വന്നുകൊണ്ട് സങ്കടം പറഞ്ഞാൽ അത് ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആശ്വാസവും കിട്ടും. മഹാനായ ബർസീസയുടെ മുന്നിൽ ഈ പിശാച് ഇത് പറഞ്ഞു. പിശാചാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇടക്കിടക്ക് ഞാനത് പറയണു, കഥ വിട്ടുപോകരുതേ. അങ്ങനെ ആ ദുആകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു കൊല്ലം പൂർണ്ണമായി. ബർസീസയുടെ ടെന്റിൽ നിന്നും അബിയൽ എന്ന് പറയുന്ന പിശാച് ഇറങ്ങി ഇബ്ലീസിന്റെ മുന്നിലേക്ക് പോയി. എന്നിട്ട് ഇബ്ലീസിനോട് പറഞ്ഞു, ഖദ് വല്ലാഹി അഹ്ലകതു റജുല. പ്രിയപ്പെട്ട പിതാവേ ഇബ്ലീസേ, അങ്ങ് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ കാര്യത്തിൽ പടച്ച റബ്ബാണ് സാക്ഷി. ഞാൻ തീരുമാനമാക്കി കഴിഞ്ഞിട്ടുണ്ടേ. ഞാൻ തീരുമാനമാക്കി. ഇനിയാണ് ബർസീസ ടെന്റിൽ ഇപ്പൊ വിവാദത്തും ശക്തമായ ദിക്റുകളൊക്കെ ആയിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് വീണ്ടും തുടരാണ്. ഒരു കൊല്ലം ഇടയ്ക്ക് ഇങ്ങേര് വന്നു കൂടി. അയാൾ പോയി, ഒരു കൊല്ലം പൂർണ്ണമായിപ്പോ പോയവൻ പുറത്തുനിന്ന് ഇനി പണി തുടങ്ങാൻ പോവാ. ബർസീസ ഇബാദത്ത് ഒന്നും അറിഞ്ഞിട്ടില്ല, നിഷ്കളങ്കമായി. പക്ഷേ ഈ ദുആ പഠിക്കാനും ടെന്റിന്റെ അകത്ത് അവന് നിസ്കരിക്കാൻ ഇബാദത്തിനും സൗകര്യം ചെയ്തു കൊടുത്ത് അവനോടൊപ്പം ചേർന്നോടുത്ത് ബർസീസക്ക് വീഴ്ച പറ്റിയേക്കാം. ഇനി ആ വഴി ഈ സൈക്കിളിന്റെ ചെയിൻ ചാടണ മാതിരിയാ. ആ ചെയിൻ ഇടുമ്പോ ഒരെണ്ണം ഇട്ടാൽ മതി, ബാക്കിയൊക്കെ അതിന്റെ പുറകെ കയറി പോകുന്നുള്ളൂ. ഒരു വഴിയിൽ ട്രാപ്പ് ചെയ്ത് അതിൽ കൊടുക്കാൻ പറ്റി ഈ അബിയൽ എന്ന പിശാചിന്. അതാണ് ഇബ്ലീസിന്റെ അടുത്ത് പോയി പറഞ്ഞത്, അവനെ ഞാൻ കൈകാര്യം ചെയ്ത്, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തത്, കൈകാര്യം ചെയ്ത് കഴിഞ്ഞു, ഇനി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഈ അബിയൽ എന്ന പിശാച് ഈ അബിയൽ എന്ന പിശാച് ചെന്നിട്ട് ഒരു ആരോഗ്യമുള്ള ഒരു സാധാരണക്കാരൻ ഒരു ഗ്രാമത്തിലുണ്ട്. അയാളുടെ അടുത്ത് ചെന്ന് അയാളിൽ പൈശാചിക രോഗങ്ങൾ ഉണ്ടാക്കി. ഈ അബിയൽ എന്ന പിശാച് പോയിട്ട് പുറത്തൊരു ഗ്രാമത്തിൽ ഒരു ആരോഗ്യമുള്ള ആളെ കണ്ട് അയാൾക്ക് പൈശാചിക രോഗങ്ങൾ ഉണ്ടാക്കി. അയാൾ പെടഞ്ഞു വീഴൽ തുടങ്ങി. എന്നിട്ട് ഈ അബിയൽ എന്ന പിശാച് മനുഷ്യരൂപത്തിൽ
ആ പെടഞ്ഞു വീഴുന്ന പിശാച് ബാധയേറ്റ ആരോഗ്യമുള്ള സഹോദരന്റെ കുടുംബത്തിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ ആർക്കോ ഒരു മാനസിക രോഗം ഉണ്ടല്ലോ, ഞാൻ മാനസിക രോഗം ചികിത്സിക്കുന്ന ഒരാളാണ്, അങ്ങനെ പുറത്തുനിന്ന് കേട്ട് ഇവിടെ സുഖമില്ലാത്ത ആളുണ്ടെന്ന്, ഞാൻ ചികിത്സിക്കും, അതും ഫ്രീ ആയി ചികിത്സിച്ചു കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു മാനസിക രോഗി ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചികിത്സിക്കാം, എനിക്ക് പൈസ ഒന്നും വേണ്ട. കാലു നഅം, വീട്ടുകാർക്ക് സന്തോഷായി. കുറച്ചാളൊക്കെ അവർ ചികിത്സിച്ചിട്ട് മടുത്തിരിക്കായിരുന്നു. അവര് പറഞ്ഞു, ഇവിടെ ഒരു രോഗിയുണ്ട്. അങ്ങനെ ഈ അബിയൽ എന്ന പിശാച് അവൻ തന്നെ ഉണ്ടാക്കി വെച്ച ആ രോഗം അവൻ തന്നെ ചികിത്സിക്കാണ് വ്യക്തിയിൽ. കുറെ ചികിത്സിച്ചു, ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു. എന്നാലും ആ രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബക്കാരോട് വീണ്ടും അവൻ പറഞ്ഞു, ലാ അഖ്വാ അലാ ജനിയതിഹി, ഇത് മുഴുത്ത ഭ്രാന്താണ്, ഇത് ശിഫയാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. വലാക്കിൻ, എന്നാലും ഞാൻ ഒരു സൊല്യൂഷൻ പറയാം, ഒരു നിർദ്ദേശം തരാം. ഇദ്ഹബൂ ബിഹി, ഇയാളെയും കൊണ്ട് നിങ്ങൾ പോവണം. ഇന്നാലിന്ന നാട്ടില് ബർസീസ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ സൂഫി ഒരു ടെന്റിന്റെ അകത്ത് 71 കൊല്ലായിട്ട് ഇബാദത്താണ്, ഭയങ്കര ഇബാദത്താണ്. ആ അത്ഭുത മനുഷ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ അടുക്കൽ ചില ദിക്റുകളും ദുആകളും ഉണ്ട്. അയാൾ അത് ചൊല്ലിയിട്ട് മന്ത്രിച്ച് ഊതി ഈ പറയപ്പെട്ട രോഗിക്ക് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശിഫ കിട്ടും. അങ്ങനത്തെ ഇസ്മുകളൊക്കെ കാണാതെ അറിയാവുന്ന ഒരു മഹാനായ സൂഫി ഇന്നാലിന്റെ നാട്ടിൽ ഒരു ടെന്റിൽ 71 കൊല്ലമായിട്ട് ഇബാദത്താണ്. 71ന്റെ കണക്ക് മറന്നു പോവരുത്, ഒരു കൊല്ലം മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു, അതും കൂടി കൂട്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? 71 കൊല്ലമായിട്ട് ഇബാദത്തിലാണ്. വഇദാ ദഅ ബിഹി അജാബ ഫജാഊഹു ഫദഅ തിൽക ദഅവാതി ഫദഹബ അൻഹു അശ്ശൈത്വാൻ. അങ്ങനെ ഈ കുടുംബക്കാർ ഇദ്ദേഹത്തെ, ഈ രോഗിയായ ആളെയും കൊണ്ട് ബർസീസ താമസിക്കുന്ന ടെന്റ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ബർസീസയുടെ മുന്നിലെത്തിച്ചു. ബർസീസ ആ ദുആയും ദിക്റും ചൊല്ലിയിട്ട് ഈ രോഗിയെ മന്ത്രിച്ചതോടുകൂടെ അയാളുടെ ഭ്രാന്ത് അപ്പ തന്നെ അങ്ങ് മാറി. വലിയ സന്തോഷായി, എല്ലാവർക്കും സന്തോഷായി, ബർസീസയ്ക്കും സന്തോഷായി, വീട്ടുകാർക്കും സന്തോഷായി. ഈ വാർത്ത ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് പ്രചരിച്ചു. എന്നിട്ടോ അബിയൽ എന്ന് പറയുന്ന പിശാച് പിന്നെ അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു. അവിടെയുള്ള പല ആളുകളിലും ഇതുപോലെ മാനസിക വിഭ്രാന്തിയും പൈശാചിക രോഗങ്ങളും ഉണ്ടാക്കി. എന്നിട്ട് അവർക്കും ഇതുപോലെ കുടുംബത്തിൽ ഒരു ഡോക്ടറെ പോലെ സമീപിച്ച് നിർദ്ദേശം കൊടുത്തു, ഞാൻ ചികിത്സിക്കാം, ഭേദമായില്ലെങ്കിൽ ഇന്ന നാട്ടില് ഇന്ന ടെന്റില് ബർസീസ എന്ന മഹാപണ്ഡിതനുണ്ട്, അദ്ദേഹം കുറെ ദിക്റുകളും ദുആകളും ആർക്കും അറിയാത്ത പലതും അറിയാവുന്ന ആൾ, അത് ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ വേഗം ശിഫയാകും. ഇന്ന ആൾക്ക് അനുഭവം ഉണ്ടോന്ന് അവിടെ ചോദിച്ചാലും ഇവിടെ ചോദിച്ചാലും ജനങ്ങൾ ഇങ്ങനെ ടെന്റിന്റെ ഭാഗത്തേക്ക് ഒഴുകി ഒഴുകി എത്താൻ തുടങ്ങി. ഇതുവരെ ബർസീസ ചികിത്സിച്ചത് മുഴുവൻ ആണുങ്ങളെയാണ്. ഈ പറയപ്പെട്ട അബിയൽ എന്ന പിശാച് ആ നാട്ടിലെ രാജാവിന്റെ പൊന്നുമോൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്. ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞ പ്രായപൂർത്തിയായ പെൺകുട്ടി, വലിയ പ്രായമൊന്നുമില്ല, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, ഒരു 10-18 വയസ്സൊക്കെ വരും. 3 ആങ്ങളമാരുടെ ഒരു പെങ്ങളാണ് അവള്. 3 ആങ്ങളമാരുടെ ഒരു പെങ്ങളാണ്. വാപ്പ രാജാവാണ്. രാജാവ് മരിച്ചതിന്റെ ഉടനെ സമയവും സന്ദർഭവും നോക്കിയിട്ട് അബിയൽ എന്ന പിശാച് ആ രാജകുടുംബത്തിലേക്ക് ചെന്നു. ഈ പെൺകുട്ടിക്ക് ഇതുപോലെ പൈശാചിക രോഗങ്ങൾ ഉണ്ടാക്കി. അയൽ രാജ്യത്തിന്റെ രാജപദവി ഈ മരിച്ചുപോയ രാജാവിന്റെ അനിയനും ഉണ്ട്. ഒരു രാജകുടുംബാണ്. ഈ പെൺകുട്ടിക്ക് ഭ്രാന്ത് പോലെ. അപ്പൊ വാപ്പ മരിച്ചതിനോടനുബന്ധമായിട്ടുള്ള മാനസിക വിഷമമാണ്, പ്രയാസാണെന്ന് വീട്ടുകാർ ധരിച്ചു. ബർസീസയുടെ കാര്യം നിർദ്ദേശിക്കാൻ മുമ്പ് ഈ അബിയൽ എന്ന പിശാച് ചെന്ന പോലെ തന്നെ ഇവിടെയും ഡോക്ടറായി തന്നെ ചെന്നു. കുട്ടിയെ ചികിത്സിച്ചു. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പറഞ്ഞു, പ്രതീക്ഷക്ക് വകയുണ്ട്, പക്ഷെ അത് എന്റെ കയ്യിലല്ല മരുന്നുള്ളത്. ഇന്നാലിന്ന നാട്ടിൽ ഒരു ടെന്റ് ഉണ്ട്, അവിടെ 71 കൊല്ലത്തിലധികമായി ബർസീസ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ചികിത്സയായിട്ട് ഇരിക്കുന്നുണ്ട്. മൂപ്പരുടെ കയ്യിൽ ചില ദിക്റും ചില ദുആയൊക്കെ ഉണ്ട്, അതങ്ങോട്ട് ഊതിയാ ഈ പെൺകുട്ടിയുടെ രോഗം മാറും എന്ന് പറഞ്ഞു. നിങ്ങൾ രാജകുടുംബല്ലേ, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹം ഇന്ന് വരെ പെണ്ണുങ്ങളെ ചികിത്സിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് പ്രത്യേകമായി അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചാൽ, അദ്ദേഹം ഇത് ചികിത്സിക്കുമെന്ന് അനുവദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു.
അപ്പൊ തന്നെ ഈ ആങ്ങളമാര് ചോദിച്ചു, ഞങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളെയും കൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോ അദ്ദേഹം ചികിത്സിക്കൂല എന്ന് പറയാണെങ്കിൽ, ഞങ്ങളെ അദ്ദേഹം പരിഗണിച്ചില്ലെങ്കിൽ ഫഖാലു ലാ യുജീബൂന ഇലാ ഹാദാ, ചികിത്സിക്കൂല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഈ അബിയദ് എന്ന പിശാചിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, ബർസീസയുടെ കൊട്ടാരത്തിന്റെ കൂടാരത്തിന്റെ തൊട്ട് മുന്നിൽ തന്നെ ആ ഡോറ് തുറന്നു കിടക്കുന്ന ഭാഗത്തേക്ക് തന്നെ നോട്ടം കിട്ടാവുന്ന രീതിയിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളും അതുപോലത്തെ തന്നെ ഒരു കൂടാരം പണിത് വെക്കാം. എന്നിട്ട് ആ കൂടാരത്തിൽ ഈ മോളെ വെച്ച് നിങ്ങൾ പൊയ്ക്കോ. അപ്പോ സ്വാഭാവികമായും അയാള് അത് പരിഗണിച്ചോളും, നിങ്ങളവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ ഇയാൾ പറഞ്ഞ പോലെ തന്നെ, അബിയദ് പറഞ്ഞ പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആങ്ങളമാര് ഈ കുട്ടിയെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ചെറിയ കൊച്ച് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിയല്ല കേട്ടോ, പ്രായപൂർത്തിയായ പെണ്ണാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതുപോലെ ആവശ്യപ്പെട്ടു. ഭ്രാന്താണ്, മാനസിക പ്രശ്നമാണ്, പിശാചിന്റെ പ്രശ്നമാണ്, ചികിത്സ വേണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ പെണ്ണിനെ ഞാൻ ചികിത്സിക്കൂല എന്ന് പറഞ്ഞു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് രാജാവിന്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞു, ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ അബിയദ് പറഞ്ഞ പോലെ തന്നെ ബർസീസയുടെ കൊട്ടാരത്തിന്റെ പ്രധാന കവാടം തുറന്നാൽ കാണാവുന്ന രീതിയിൽ ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ട് ഈ പെൺകുട്ടിയെ അവിടെ വെച്ചിട്ട് ഈ ആങ്ങളമാര് പോയി. അങ്ങനെ ഫലമ്മൻ ഫതല മിൻ സ്വലാത്തിഹി അയനൽ ജാരിയത വമാ ബിഹാ മിനൽ ജമാലി ഫഅസ്ഖത ഫി യദിഹി. ഇപ്പോൾ ടെന്റിലുള്ള പെൺകുട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബർസീസ 10 ദിവസം കൂടുമ്പോ സലാം വീട്ടും. അന്ന് സലാം വീട്ടിട്ട് തിരിഞ്ഞു നോക്കിയ നോട്ടം ഈ പെൺകുട്ടിയെ ആകർഷണീയമായ വേഷത്താൽ ബർസീസ കണ്ടു. പെട്ടെന്ന് മനസ്സിൽ എന്തോ ഒരു ചെറിയ പൈശാചിക താല്പര്യം തോന്നി. അപ്പൊ തന്നെ പൈശാചിക താല്പര്യം തോന്നിയ സന്ദർഭം മനസ്സിലാക്കി അബിയദ് എന്ന പിശാച് ചെന്നുകൊണ്ട് ആ പെൺകുട്ടിയിൽ പൈശാചിക രോഗത്തെ ഇളക്കി വിട്ടു. ആ പെൺകുട്ടി അവിടെ നിന്ന് ഇളകി പിശാചിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ രോഗം കൊണ്ട് ആ പെൺകുട്ടിയെ എടങ്ങേറാക്കി. പെട്ടെന്ന് ബർസീസ നിസ്കാരത്തിലേക്ക് പോവാതെ ആ പെൺകുട്ടിക്ക് വേണ്ടി അവിടെ പോയി ദുആ ചെയ്ത്, ആ പെൺകുട്ടി ഇരിക്കുന്നിടത്ത് പോയി ദുആ ചെയ്ത് ആ പെൺകുട്ടിക്ക് ആ ദിക്റുകൾ ചൊല്ലിക്കൊടുത്ത് അവരുടെ രോഗം മാറ്റി. പിന്നെ ബർസീസ വീണ്ടും നിസ്കാരത്തിലേക്ക് വന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ അടുത്ത 10 ദിവസം കഴിഞ്ഞ് വീണ്ടും സലാം വീട്ടിയപ്പോ വീണ്ടും ഈ പെൺകുട്ടിക്ക് രോഗം വന്നു. 2ാം വട്ടം പെൺകുട്ടിക്ക് രോഗം വന്നപ്പോ ഈ അബിയദ് എന്ന പിശാച് പെൺകുട്ടിയുടെ വസ്ത്രം അഴിഞ്ഞു പോകുന്ന രീതിയിൽ രോഗത്തെ കെടുതിപ്പെടുത്തി, മൂർച്ച കൂട്ടി, ആ രോഗത്തെ വല്ലാതെ ശക്തിപ്പെടുത്തി. പെൺകുട്ടിയുടെ ബോധം പോയി. വിവസ്ത്രയായി വെളിവായി കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇപ്പോൾ ബർസീസ മാത്രമാണ്. വ്യഭിചാരമോഹം ഈ പിശാച് ബർസീസയിൽ ജനിപ്പിച്ചു. അങ്ങനെ അയാള് ആ വ്യഭിചാരത്തിലേക്ക് പോകാൻ വേണ്ടി അയാള് തയ്യാറായി വ്യഭിചരിച്ചു. അങ്ങനെ ഇരിക്കെ വല്ലാതെ കുറ്റബോധമായിരിക്കെ അബിയദ് പ്രത്യക്ഷനായി ബർസീസയോട് പറഞ്ഞു, വ്യഭിചരിച്ചിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും ഇബാദത്ത് ചെയ്ത ആളല്ലേ, തൗബ ചെയ്ത വ്യഭിചാരത്തിന് പരിഹാരമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്തോളൂ. അങ്ങനെ തൗബ ചെയ്യാൻ തീരുമാനിച്ചു. തൗബ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും വ്യഭിചാരമോഹം വന്നു. അപ്പോൾ പറഞ്ഞു, വ്യഭിചരിച്ചു, തൗബ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ വീണ്ടും വ്യഭിചരിപ്പിച്ചു. അവസാനം ഈ പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞപ്പോ തൗബ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഗർഭിണിയായാൽ അത് പുറത്തറിയും, നാട്ടുകാരറിയും. പല നാടുകളിൽ നിന്നും രോഗികൾ വീണ്ടും ഒഴുകി വരുന്നുണ്ട്, മന്ത്രിക്കാനും ദിക്റ് ചൊല്ലാനും ഒക്കെ. അങ്ങനെ ബർസീസ ചികിത്സ വീണ്ടും തുടർന്നു. അവസാനം പെൺകുട്ടിയുടെ വയറ് വലുതായി വരുന്നത് കണ്ടപ്പോ നാട്ടുകാർക്കൊക്കെ സംശയങ്ങൾ തോന്നിയപ്പോ ഈ അബിയദ് എന്ന പിശാച് വീണ്ടും ബർസീസയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഫഹല്ലക അൻ തഖ്തുലഹാ സുമ്മ തതൂബ ഫലാ തഫ്തളിഹു. ഈ ടെന്റിന്റെ മുന്നിൽ ഗർഭിണിയായ ഒരു യുവതി അപ്പുറത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടെ വന്നു പോകുന്ന ആളുകൾ മുഴുവനും നിങ്ങൾ മോശക്കാരനാണെന്ന് പറയും. നാണക്കേടാണിത്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഈ ആളുകളൊക്കെ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ നിങ്ങളാണ് കൊന്നേക്ക്, എന്നിട്ട് തൗബ ചെയ്താൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. തൗബ ഉണ്ടല്ലോ, മനസ്സിലായില്ല? തൗബ ചെയ്താൽ മതിയല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ 10 സിനിമ കണ്ടാലും കുഴപ്പമില്ലല്ലോ. അല്ല, റംസാന തന്നെ അതിനുമ്പൊക്കെ ചെയ്താണ് കൂട്ടിക്കോ, ഒക്കെ പൊറപ്പിക്കാം അല്ലേ. ബർസീസൊക്കെ അങ്ങനെ പ്രോത്സാഹനം കൊടുത്തു. അപ്പൊ കൊന്നിട്ട് തൗബ ചെയ്താൽ മതി.
ആരാണിത് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ദിക്റുകൾ ചൊല്ലി, ഈ ദുആ ചൊല്ലി രോഗിയെ മന്ത്രിച്ചാൽ രോഗിക്ക് ശിഫ കിട്ടും. ഞാൻ ഒരു കൊല്ലം അങ്ങയുടെ കൂടെ ഇബാദത്ത് ചെയ്തപ്പോൾ അങ്ങയേക്കാളും 4 ഇരട്ടി ശക്തിയിൽ ഞാൻ ഇബാദത്ത് ചെയ്തത് ഈ ദിക്റുകളും ദുആകളും എന്റെ കൂടെ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഒരു വിശ്വാസം പിശാച് മേടിച്ചെടുത്തിരിക്കുക ബർസീസയിൽ നിന്നും. ബർസീസ ഈ പെൺകുട്ടിയെ കൊന്നിട്ട് തൗബ ചെയ്ത് അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിശ്വസിച്ചു. അയാള് ആ പെൺകുട്ടിയെ കൊന്നു. അപ്പോൾ അബിയൽ എന്ന പിശാച് പറഞ്ഞു, കൊന്ന സ്ഥിതിക്ക് രാത്രി മറവ് ചെയ്താൽ മതി കേട്ടോ. രാത്രി മറവ് ചെയ്യേണ്ടത് എവിടെയാ? പിശാച് കൂടി ഈ അബിയൽ കൂടി. എന്നിട്ട് പറഞ്ഞു, രാത്രി ആരും കാണാത്ത ഒരു നാട്ടിൽ കൊണ്ടുപോയി നമുക്ക് മറവ് ചെയ്യാം. മറവ് ചെയ്യാൻ നേരം ഈ പെൺകുട്ടിയുടെ മയ്യത്തെടുക്കാൻ ബർസീസ അങ്ങനെ മയ്യത്ത് ഇങ്ങനെ കയ്യിൽ കോരിയെടുത്തു. അപ്പോൾ ആ പെൺകുട്ടി ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ ഒരല്പം ബാക്കിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ടായി. ആ ഭാഗം പിന്നാലെ അബിയത് എന്ന പിശാച് അതും കയ്യിലെടുത്തു. അങ്ങനെ ഉണ്ടല്ലോ, ഈ പശുവിനെ കൊണ്ടുപോകുമ്പോ കയറ് ലേശം ബാലൻസ് എടുക്കണ്ടെങ്കിൽ അതൊരാൾ പിടിക്കണ മാതിരി മയ്യത്തായിട്ട് ഇങ്ങനെ ഒരാൾ പോകണം. അപ്പൊ നീണ്ടു കിടക്കുന്ന ഷാളോ മറ്റോ ബാക്കിൽ കിടക്കണ അത് ഈ അബിയത് എന്ന പിശാച് അതും പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ടെൻഷനോടുകൂടെ ബർസീസ പെൺകുട്ടിയെ കുഴിച്ചു മൂടുമ്പോ ഈ ബാക്കിൽ പിടിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ഭാഗം കുഴിയിലേക്ക് പോകുന്നതനുസരിച്ച് ഇയാൾ പൊക്കി കൊണ്ടുവന്നു. മണ്ണിട്ട് മൂടി. ഇരുട്ടിൽ ഈ തുണിയുടെ കഷ്ണം മുകളിൽ വരത്തക്ക രീതിയിൽ ബർസീസ ഇപ്പോൾ മണ്ണിട്ട് മൂടി. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മേൽമണ്ണ് ഒലിച്ചു പോയാൽ ഈ തുണി പുറത്താണ്. അല്ലെങ്കിലും തുണി ഒരു കാറ്റടിച്ചാൽ മണ്ണ് പറന്നു പോയാൽ ഈ തുണി നേരം വെളുത്താൽ പുറത്താണ്. ഒരു ശരീരം അതിന്റെ അകത്തുണ്ടെന്ന സൂചന തോന്നിക്കും വിധം ഖബർ അവിടെ വ്യക്തമാണ്. അങ്ങനെ ഈ ബർസീസ നിരാശനായി തൗബയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു കൊലപാതകവും ഒരു 5-6 വ്യഭിചാരവും ഒക്കെ കഴിഞ്ഞ് മൂപ്പര് റാഹത്തായിട്ട് ഇരിക്കാണ്. പിന്നെ രാവിലെ മുതൽ ചികിത്സക്ക് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ബർസീസയുടെ മുന്നിലേക്ക് ഈ പെൺകുട്ടിയുടെ സഹോദരന്മാര് വരാൻ തയ്യാറായി. കാരണം അവിടെ ചെന്നുകൊണ്ട് സഹോദരന്മാരോട് അബിയത് ചോദിച്ചു, അല്ല പെങ്ങളെ ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ട് അസുഖം മാറിയോ? അല്ല, ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, ഇന്ന് പോയി നോക്കുന്ന അസുഖം മാറിയിട്ടുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെങ്ങളെ കാണുന്നില്ല. വലിയ ഗൗരവത്തോടുകൂടെ ആ പെൺകുട്ടിയുടെ ആങ്ങളമാർ രാജപുത്രന്മാർ വന്നിട്ട് ബർസീസയോട് പെങ്ങളെപ്പറ്റി വീണ്ടും ചോദിച്ചു. അപ്പോൾ ബർസീസ പറഞ്ഞു, അവളുടെ ശൈത്താൻ അവളെ കൊണ്ടുപോയി, ഞാൻ കൊന്നതെല്ലാം. അവളുടെ കൂടെ ഒരു പിശാച് കൂടിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പൈശാചിക രോഗമായിരുന്നല്ലോ. ഒരു ദിവസം അവളെയും കൊണ്ട് ആ പിശാച് പറന്നുപോയി. ഞാൻ അവളെ കണ്ടിട്ടില്ലോ, കുറെ നാളായി ഞാൻ കണ്ടിട്ട് എന്ന് ബർസീസ കളവും പറഞ്ഞ് ആങ്ങളമാരെ പറഞ്ഞു വിട്ടു. ആങ്ങളമാരത് ശരിയായിരിക്കുമെന്ന് വെച്ച് ആങ്ങളമാര് തിരിച്ചുപോയി. അപ്പോൾ ഈ പറയപ്പെട്ട അബിയത് എന്ന പിശാച് ഈ ആങ്ങളമാരുടെ 3 പേരുടെയും സ്വപ്നത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ വിശ്വസിക്കരുത്, അവളെ അവളുടെ പിശാച് കൊണ്ടുപോയിട്ടില്ല. അവളെ ബർസീസ കൊന്നിട്ട് ഇന്നാലിന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട്. അടയാളമായി പെങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ കഷ്ണം അവിടെ ഖബറിന്റെ മുകളിൽ കാണാം. സ്വപ്നത്തിൽ 3 ആളോടും പറഞ്ഞു. സ്വപ്നത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിനോടൊരു മാനസിക ബന്ധവും ഒരു സത്യസന്ധതയും തോന്നാം. നേരം വെളുത്തപ്പോ തന്നെ ഓരോ സഹോദരന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഞാനും കണ്ടു. 3 പറഞ്ഞു. എന്തായാലും 3 സ്വപ്നം കണ്ട സ്ഥിതിക്ക് അതിനോടൊരു സത്യസന്ധതയും ഒരു യാഥാർത്ഥ്യ ബോധവും തോന്നി. അവര് ആ ഖബർ തേടിപ്പോയി. സ്വപ്നത്തിൽ പറഞ്ഞ അടയാളങ്ങൾ അന്വേഷിച്ച് ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് പറയപ്പെട്ട പോലെ ഖബറിന്റെ പുറത്ത് പെങ്ങൾ ഉടുത്തിരുന്ന ഉടുപ്പിന്റെ കഷ്ണം കാണാം. ഖബർ മാന്തി. അപ്പോഴുണ്ട് പെങ്ങളുടെ പ്രിയപ്പെട്ട ശരീരം ജീർണിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ എടുത്തിട്ട് ബർസീസയുടെ കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്നു. എന്നിട്ടോ ബർസീസയുടെ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കി. കഴുത്തിന് പിടിച്ച് കൊരക്കിന് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 3 ആൺമക്കളുടെ ഏക പെങ്ങളാണ്, വാപ്പ മരിച്ചതാണ്. ഈ നാട്ടിൽ തൽക്കാലം രാജാവിന്റെ അധികാരമില്ല, മൂത്ത ജ്യേഷ്ഠൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നല്ലാതെ ഇവിടുത്തെ രാജകീയമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെ നിയമമില്ലാത്തത് കൊണ്ട്, രാജാവ് സ്ഥാനത്തില്ലാത്തത് കൊണ്ട് അയൽ രാജ്യത്തേക്ക് കൊണ്ടുപോയി ബർസീസയെ. അവിടെ ആരാണ് രാജാവ്? ഈ പെൺകുട്ടിയുടെ വാപ്പയുടെ സഹോദരൻ രാജാവാണ്. അങ്ങനെ അയൽ രാജ്യത്ത് കൊണ്ടുപോയി അവിടെ ഈ പറയപ്പെട്ട ബർസീസ എന്ന പണ്ഡിതനെ കാണിച്ചപ്പോ
അവിടെ ചോദ്യചെയ്യലിൽ താൻ കുറ്റം ചെയ്തതായി സമ്മതിച്ചു കഴിഞ്ഞപ്പോ തൂക്കിലേറ്റണം എന്നതാണ് രാജാവ് വിധിയായി പ്രഖ്യാപിച്ചത്. തൂക്കിലേറ്റാൻ തീരുമാനിച്ച് ആ തീരുമാനത്തിൽ നിൽക്കുമ്പോ ഈ പറയപ്പെട്ട അബിയൽ എന്ന പിശാച് ബർസീസയുടെ മുന്നിലെത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആ കൊലപാതകത്തിൽ നിന്നൊക്കെ ഒഴിവാവാമായിരുന്നു. നിങ്ങൾക്ക് തോന്നലുകളും ഉപദേശങ്ങളൊക്കെ കിട്ടിയതനുസരിച്ച് നിങ്ങൾ ഒരുപക്ഷെ ചെയ്താലും നിങ്ങളൊരു വിവരമുള്ള മനുഷ്യനല്ലേ, ഞാനായിട്ട് അങ്ങനെ പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് ഒഴിവാമായിരുന്നു. കുറെ കുറ്റപ്പെടുത്തി അയാളെ മനസ്സങ്ങോട്ട് ചത്തുപോകുന്ന അവസ്ഥയിലെത്തിച്ചു. അങ്ങനെയല്ലേ ശവത്തെ കുത്താന്ന് പറയുമല്ലോ, ആ കോലത്തിലാക്കി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനൊരു പണി പറഞ്ഞു തരാം, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടും. നിങ്ങളെ അനുകരിച്ച് ഒരുപാട് പണ്ഡിതന്മാർ പല നാടുകളിലുണ്ട്. ഇപ്പൊ ടെന്റ് കെട്ടി ഇബാദത്ത് ചെയ്യുന്ന വലിയ മഹാന്മാരുണ്ട്. നിങ്ങളുടെ ഈ വിഷയം അധികം ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പുറം നാടുകളിൽ നിങ്ങൾക്കൊരു പേരുണ്ട്. ഇപ്പൊ ഈ പരിസരത്ത് അറിഞ്ഞ ഒരു ചീത്തപ്പേരല്ലാതെ അതിനപ്പുറത്തേക്കില്ല. പുറം നാടുകളിലുള്ള ആ പണ്ഡിതന്മാർക്കും ആ മഹാന്മാർക്കും നിങ്ങളൊരു മോശക്കാരനാവണ്ട. നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പപ്പണിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതെന്താ? ഈ കൊലക്കയറും പോവും, അഭിമാന നഷ്ടവും തിരിച്ചു കിട്ടും. ഞാൻ നേരത്തെ ദിക്റും ദുആയൊക്കെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് ഗുണം കിട്ടിയില്ല. എന്നാ ഞാൻ ഇനി അടുത്തൊരു പണി പറഞ്ഞുതരാം. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ തന്നെ വന്ന ആളാണ്, നിങ്ങൾ പേടിക്കണ്ട. ഒരു സുജൂദ് എനിക്ക് ചെയ്തേക്കാവോ? എന്നാ നിങ്ങൾ രക്ഷപ്പെടും. ഒരു സുജൂദ് എനിക്ക് ചെയ്യുമോ? നിങ്ങൾ രക്ഷപ്പെടും. ബർസീസ ഒന്നും ചിന്തിച്ചില്ല. അയാള് സുജൂദ് ചെയ്തു. എടോ ബർസീസ, അറത്തു മിൻക ഹാദാ, നിന്നിൽ നിന്നും ഇത്രയും സംഭവിക്കണമെന്നാ ഞാൻ കരുതിയത്, അത് സംഭവിച്ചിട്ടുണ്ട്. നീ ആരാണ്? ഞാൻ ശൈത്വാൻ അബിയൽ. നിന്നെ ഇവിടം വരെ എത്തിക്കലാണ് ഞാൻ ഏറ്റെടുത്ത കാര്യം. ഞാൻ അവിടം വരെ എത്തിയിട്ടുണ്ട്. നീ കുഫറിലെത്തിച്ചാവണം. നിന്നെ തൂക്കിക്കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. നീ എനിക്ക് സുജൂദ് ചെയ്തത് നിന്റെ അവസാന സമയത്താണ്. ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ നിന്നെ തൂക്കിക്കൊല്ല തന്നെ ചെയ്യും. നീ കുഫറിന്റെ ഏറ്റവും അറ്റം വരെ എത്തി. ഇന്നി ബരീഉം മിൻക്, നിന്നിൽ നിന്നും ഞാൻ ഒഴിവാണ്, ഇനി എന്നെ നീ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ അബിയൽ എന്ന് പറയുന്ന പിശാച് ഇബ്ലീസിന്റെ അടുക്കിലേക്ക് തിരിച്ചുപോയെന്ന. അപ്പോ ഇവനെ സൂചിപ്പിച്ചുകൊണ്ട്, ഇവന്റെ ചതിപ്രയോഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഈ ചതിപ്രയോഗങ്ങൾ ബർസീസയിൽ നടത്തിയ പോലെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മദീനയിലെ മുനാഫിഖീങ്ങൾ ചതിപ്രയോഗം നടത്തുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കമഥലി ശൈത്വാൻ ഇദ് ഖാല ലിൽ ഇൻസാനി കുഫർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ബർസീസയിൽ നിന്നും അബിയൽ എന്ന പിശാച് ഒഴിവായ പോലെ ചതിയന്മാരായ പിശാചുക്കൾ നമ്മളിൽ നിന്നും ഇതേ ചതിപ്രയോഗം നടത്തി അവരും ഒഴിവാവ തന്നെ ചെയ്യും. ഇതേ ചതിപ്രയോഗം തന്നെയാണ് മദീനയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുനാഫിഖീങ്ങളെ ഹബീബായ നബിയോട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിശാചിന്റെ ചതി നമ്മുടെ ഇബാദത്ത് കൊണ്ട് തടഞ്ഞു നിർത്താവതല്ല, വലിയ ചതി അവൻ നടത്തുന്നത്. 70-ൽ പരം കൊല്ലം ഇബാദത്ത് ചെയ്ത മഹാസൂഫിയെ പോലും പിശാച് വഴിപിഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത്ര വലിയ കഠിനമായ ശ്രമമാണ് അവന്റെ കയ്യിലുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് സുമറിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വല്ലാത്ത ചർച്ചയായിരുന്നു. അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇ വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് വല്ലദീന കഫറൂ ബിആയാതില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ ആയത്തുകൾ അവതരിച്ച പശ്ചാത്തലം ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ഈ ആയത്ത് വരികയാണ്. ഈ ആയത്തിൽ പറയുകയാണ്, ആകാശഭൂമിയുടെ താക്കോൽ കൂട്ടം അള്ളാഹുവിന്റെ കയ്യിലാണത്രേ. ആകാശഭൂമിയുടെ രഹസ്യത്തിന്റെ താക്കോൽ കൂട്ടം അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ താക്കോൽ കൂട്ടമാരുടെ കയ്യിൽ കിട്ടിയോ ആ മനുഷ്യന് പിശാചിന്റെ ശർറുകൾ ഉണ്ടാവില്ല.
ഈ ആയത്തിൽ പറയപ്പെടുന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ കൂട്ടങ്ങളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഈ ആയത്ത് ഓതുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ കൂട്ടങ്ങൾ കയ്യിലുള്ളവനെ പിശാച് പ്രാപിക്കില്ലെന്ന് ഖുർആൻ സൂചിപ്പിക്കുമ്പോ പറഞ്ഞു തരുമോ നബിയേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ആ താക്കോൽ കൂട്ടങ്ങൾ ഏതാ? ആ താക്കോൽ കൂട്ടം കയ്യിൽ പിടിച്ചാൽ, താക്കോൽ എന്ന് പറഞ്ഞാൽ, താക്കോൽ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു 5-6 സൈസ് ഉണ്ടാവും അല്ലേ? ഒരു കിലുക്കൊക്കെ ഉണ്ടാവും അതിന്. 2 നീളത്തിനുള്ളത്, ഒരു 3 തടിച്ചത്, അങ്ങനെ താക്കോൽ കൂട്ടം ഒരു പ്രത്യേക ഒരു സ്റ്റൈലാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മാ സഅലനി അൻഹാ അഹദുൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ, ഈ ആയത്ത് ഞാൻ ഓതിയിട്ട് ഇത്രയും ആളുകൾ എവിടെ ഇരുന്നിട്ടും ആകാശത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ കൂട്ടങ്ങൾ ഏതാണെന്ന് ഇന്നുവരെ ഒരാളും ചോദിച്ചിട്ടില്ലല്ലോ. ഇതുവരെ ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ ആയത്തിൽ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടും ഇത്രയും ആളുകളിൽ ഒരാളും ചോദിച്ചില്ലല്ലോ. ഞാനത് പറഞ്ഞു തരാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും ആ താക്കോൽ കൂട്ടങ്ങൾ കേട്ടോളൂ. ഹബീബ് പറയാട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി വഅസ്തഗ്ഫിറുല്ലാഹ് വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അവ്വലി വൽ ആഖിർ വല്ലാഹിരി വൽ ബാത്തിൻ ബിയദിഹിൽ ഖൈറു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഇമാം തൊബ്രാനിയുടെ കിതാബ് ദുആ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അതുപോലെ ഇമാം ഖുർത്തുബി രംഗപ്പെടുത്തുന്നുണ്ട്. മൻ ഖാലഹാ ഇദാ അസ്ബഹ 10 മിറാർ. സുബഹി കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഈ പറയപ്പെട്ട ദിക്റുകൾ 10 വട്ടം ഒരാൾ സുബഹി കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു 6 കാര്യങ്ങൾ അവന് നൽകുന്നതാണ്. ഒന്നാമത്തേത്, അവ്വൽ ഖസ്ലത്തിൻ ഫയുഹറസു മിൻ ഇബ്ലീസ വജുനൂദിഹി. ഇബ്ലീസിനും അവന്റെ കൂടെയുള്ള അവന്റെ സൈന്യത്തിനും ഒരിക്കലും ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയൂല. പിശാചിൽ നിന്നും കാവൽ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അതാണ്. അമ്മസാനിയ, രണ്ടാമത്തെ നേട്ടം, ഈ മനുഷ്യന് സ്വർഗത്തിലേക്ക് പോവാനുള്ള അമലുകൾ കുറവാണെങ്കിൽ തുലാസിൽ ഭാരം കൂടുതലാക്കി അത് ഫില്ല് ചെയ്യാനുള്ള കൂലി ഈ ദിക്ർ മുഖേന അല്ലാഹു നൽകുന്നതാണ്. മൂന്നാമത്തെ നേട്ടം, ഫയുർഫഉ ലഹു ദറജത്തുൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ അവന് നിശ്ചയിച്ചിരിക്കുന്ന പദവിയുടെ മുകളിൽ ഈ ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ അവന് പദവി കൂടുതൽ കിട്ടുന്നതാണ്. നാലാമത്തെ നേട്ടം, അവന്റെ ജീവിത പങ്കാളിയായി പെണ്ണാണെങ്കിൽ തോഴിയായി ഹൂറുലീനെ അല്ലാഹു നൽകുന്നതാണ്. അഞ്ചാമത്തെ നേട്ടം, ആ മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. ആറാമത്തെ നേട്ടം, ഇത് ചൊല്ലിയിട്ട് അന്ന് അസ്തമയത്തിന് മുമ്പ് മരിക്കുകയാണ് എങ്കിൽ ഷഹീദിന്റെ പദവിയാണ്. ഖാല റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഇൽമ് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനെ. അവസാനം നന്നായി മരിക്കാൻ നീ സഹായിക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, കടബാധ്യതകൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, കുടുംബത്തിൽ രോഗങ്ങൾ, പനി, പ്രശ്നങ്ങൾ, ആശുപത്രികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായ ചികിത്സകൾ മറ്റും എല്ലാം നീ സലാമത്താക്കണേ അല്ലാ. ക്യാൻസർ രോഗത്തിൽ പെട്ടുപോയവർക്ക് റബ്ബേ നീ ആശ്വാസം നൽകുക അല്ലാ, വേദനയ്ക്ക് ശമനം നൽകുക അല്ലാ, ഈമാനിൽ വർധനവ് നൽകുക അല്ലാ. അല്ലാഹുവേ, ആ രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെടുന്നവരിൽ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ, മരുന്നിൽ ഫലം കൊടുക്കുക അല്ലാ. റഹ്മാനെ, ആ രോഗം കൊണ്ട് ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ മനക്കരുത്ത് കൊണ്ടോ എവിടെയോ ഒരു തുച്ഛമായ ഒരു ഈമാന്റെ കണിക ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഒരു തോന്നലുണ്ട്, അതുകൊണ്ടോ
അള്ളാഹുവേ, നീ തന്ന തുച്ഛമായ സമ്പത്ത് കൊണ്ടോ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ദുരിതങ്ങളും തരല്ല റഹ്മാനേ. കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്ക് അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക് അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.